സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ കൊയിലാണ്ടി, പേരാമ്പ്ര. ആദ്യമായി തന്നെ നമുക്ക് കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി കെ ദാസൻ, UDF സ്ഥാനാർത്ഥി കെ പ്രവീൺ കുമാർ, NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ കാനത്തിൽ ജമീല LDF സ്ഥാനാർത്ഥി 46% വോട്ട് വീതം നേടി ജയിച്ച മണ്ഡലമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഓരോ മുന്നണികളുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ കൊയിലാണ്ടിയിലെ ജനങ്ങൾ ആരോടൊപ്പം നിലനിൽക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിൽ കൊയിലാണ്ടിക്കാർ 1-ാം സ്ഥാനം കൊടുക്കുന്നത് LDF-നാണ്. 2-ാം സ്ഥാനത്ത് ഇവിടെ UDF വന്നിരിക്കുന്നു. യുവജന പിന്തുണയുടെ കാര്യത്തിലും വോട്ടർമാരുടെ ഇടയിലെ വിശ്വാസ്യതയിലും UDF 1-ാം സ്ഥാനത്ത് പോയിരിക്കുക, 1-ാം സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. LDF 2-ാം സ്ഥാനത്താണ്. നേതൃപാടവത്തിൽ LDF 1-ാം സ്ഥാനത്തും UDF 2-ാം സ്ഥാനത്തുമാണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1-ാം സ്ഥാനത്ത്, LDF 2-ാം സ്ഥാനത്ത്. ജനങ്ങളുടെ ഇടയിലെ സംസാര വിഷയങ്ങൾ, അവരുടെ കഴിഞ്ഞ 5 വർഷത്തെ വിശകലനങ്ങൾ, ഇവയെ അടിസ്ഥാനപ്പെടുത്തി സെമിയോട്ടിക്ക AI നിങ്ങൾക്കായി പ്രവചിക്കുകയാണ് കൊയിലാണ്ടി ആര് ജയിക്കും. സെമിയോട്ടിക്ക AI പ്രകാരം UDF സ്ഥാനാർത്ഥിയായ കെ പ്രവീൺ കുമാർ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഏകദേശം 48% വോട്ട് വീതം നേടി ജയിക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് 42% വോട്ട് വീതവും NDA സ്ഥാനാർത്ഥിക്ക് 11% വോട്ട് വീതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി നമുക്ക് പേരാമ്പ്രയിലേക്ക് പോകാം. ഇവിടെ LDF സ്റ്റാർ ക്യാമ്പയിനറായ TP രാമകൃഷ്ണനെതിരെ മത്സരിക്കുന്നത് UDF-ലെ ഫാത്തിമ തയ്യിൽ, NDA-ലെ M മോഹനൻ മാസ്റ്റർ. 2021 നിയമസഭാ മണ്ഡലത്തിൽ TP രാമകൃഷ്ണൻ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ്. ഏകദേശം 52% വോട്ട് വീതമാണ് അദ്ദേഹത്തിന് അന്ന് ഇവിടെ ലഭിച്ചത്. ജനങ്ങളുടെ ഇടയിലെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളിൽ ഓരോ പാർട്ടിയും എങ്ങനെയാണ് അവരുടെ സ്ഥാനം എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിൽ LDF 1-ാം സ്ഥാനത്താണ്. UDF ഇവിടെ 2-ാം സ്ഥാനത്താണ് ഈ ഘടകത്തിൽ വന്നിരിക്കുന്നത്. യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലുള്ള വിശ്വാസ്യതയിലും UDF 1-ാം സ്ഥാനത്താണ്, LDF 2-ാം സ്ഥാനത്ത്. നേതൃപാടവത്തിൽ LDF 1-ാം സ്ഥാനത്ത് വരുമ്പോൾ സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF ആണ് 1-ാം സ്ഥാനത്ത് വരുന്നത്. വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും സമഗ്രമായി അവലോകനം ചെയ്തുകൊണ്ട് സെമിയോട്ടിക്ക AI നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ഈ മണ്ഡലം ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ മണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്നത്. UDF സ്ഥാനാർത്ഥിയായ ഫാത്തിമ തയ്യ അല്പം മുമ്പിലാണ്. ഏകദേശം 47% വോട്ട് വീതം നേടിക്കൊണ്ട് ഒരു ഇഞ്ചിന് മുമ്പോട്ട് നീട്ടുകയാണ്. LDF സ്ഥാനാർത്ഥി 46% വോട്ട് വീതം നേടുമെന്നാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 7.5% വോട്ട് വീതവും ലഭിക്കുമെന്ന് സെമിയോട്ടിക്ക പ്രവചിക്കുന്നു. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ വരുന്നിടം വരെ നന്ദി, നമസ്കാരം.